അയ്യോ ചേച്ചി ചേച്ചി എന്നെ കൊന്നു കഴിഞ്ഞാൽ ചേച്ചി ജയിലിൽ പോകത്തില്ലയോ? ഇപ്പൊ തന്നെ പബ്ലിക്കായിട്ട് വധഭീഷണി നടത്തിയേക്കുന്നത് എന്നെ തല്ലിക്കൊല്ലാൻ തോന്നുന്നു. പബ്ലിക്കായിട്ട് എന്തുവാ ചേച്ചി? ചേച്ചിക്കെതിരെ ഞാൻ കേസ് കൊടുത്താലേ ഏത് ഫേക്ക് ആണെന്ന് ചേച്ചിയെ പൊക്കത്തില്ലേ? അല്ല, എന്താ രേണുസുതി പറ്റി മനസ്സിലായില്ല. കമന്റുകൾക്കൊന്നും മറുപടി കൊടുക്കാത്ത ആളാണല്ലോ. കമന്റുകൾക്ക് മറുപടി കൊടുക്കാൻ ആളുകളെ ഏൽപ്പിച്ചു എന്നൊക്കെയാണല്ലോ പറഞ്ഞിട്ടുള്ളത്. 3-4 കുട്ടികളൊക്കെ ഏൽപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പക്ഷെ അതല്ല, കമന്റ് ഒന്നും എന്നെ ഒരു തരത്തിലും ഏൽക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊരു വൃത്തികെട്ട കമന്റിനെയാണ്, ആരും കാണാത്ത ഒരു കമന്റ് പൊക്കി പിടിച്ച് കാണിക്കുന്നേ. ഈ ഡാഷിനെ എന്താ ചെയ്യണ്ടേ? അടിച്ചടിച്ച് കൊല്ലാൻ തോന്നുക. ഈ ഡാഷിനെ എന്ന് പറഞ്ഞ സ്ഥലം ഞാൻ അവിടെ ബ്ലറാക്കി കേട്ടോ. നേരെ തിരിച്ച് ചാച്ചി അത് പുറത്ത് വിട്ടത്, എന്റെ പൊന്നെ, ആരും കാണാത്തൊരു പോസ്റ്റ്. തന്നെ ഇങ്ങനെ തെറി വിളിക്കുന്ന ഒരാളെ ഇങ്ങനെ കാണിക്കാനൊക്കെ എങ്ങനെയാണോ തോന്നുന്നേ? നാണല്ലേ കാര്യമായിട്ട് വയ്ക്കുക. ഞാൻ അങ്ങനെ പറയാൻ കാരണമുണ്ട്. ഈ വീഡിയോ ഒന്ന് കാണും നിങ്ങൾ. നിങ്ങളെ എന്തൊക്കെ പറഞ്ഞാലും ഒരു തൊഴിൽ പോലും വിഷമിക്കത്തില്ല. കാരണം എന്റെ മനസ്സിലല്ല. എന്നെ നിങ്ങൾ ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നവർ വന്ന് എന്നെ തല്ല എനിക്ക് വേണം. ഒന്നുകൂടെ തല്ലാ വരില്ല കേട്ടോ. ഞാൻ ആദ്യം ഇച്ചിരേ ഉള്ളു ഇതിപ്പോ രണ്ടാമത്തെ സിനിമയാണ്. എന്താടാ, എന്ത് ഡയലോഗാ അന്ന് അടിച്ചേ? കമന്റ് ഒന്നും എന്നെ ഏൽക്കുന്നത് പോലുമല്ല. എന്നെ തെറി വിളിച്ചാലും എനിക്കൊന്നും സംഭവിക്കില്ല. എന്നെ അടിക്കരുത്, നേരിട്ടൊന്നും ചെയ്യരുത് എന്ന് മാത്രം പറഞ്ഞിട്ടുള്ളത്. നിരന്തരമായിട്ട് അത് തന്നെയാണ് ഈ രണസൂന പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് വേണമെങ്കിലും പറഞ്ഞു, ഒരു കുഴപ്പമില്ല. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വാക്കങ്ങ് മാറ്റി പറയും. ഇതാണ് ഒരു പ്രത്യേകത. സ്ഥിരത അത് വാക്കിലില്ല. അങ്ങനെ പറയേണ്ടി വരും. അതിന് വേറെന്തൊക്കെ വാക്കുകൾ ആരൊക്കെ ഉപയോഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇവിടെ ഉപയോഗിക്കുന്നില്ല. എന്തായാലും ഒരു വലിയ തെറി, ആ തെറി ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് ഇങ്ങനെ കാണിക്കുക, ബ്ലറും കൂടി ആക്കാതെ കാണിക്കുക, ഇങ്ങനെ വിളിച്ചു എന്ന് പറഞ്ഞിട്ട്. ഏറ്റവും കൂടുതൽ ആ വീഡിയോക്ക് വന്ന കമന്റ് എന്താ അറിയാം? നന്നായി പോയി എന്നുള്ളത്. പല ആളുകൾക്കും രണസുനെ ഇഷ്ടമല്ല എന്നുള്ളതാണ്. പല എന്ന് പറഞ്ഞാൽ 95% ആളുകൾക്ക് ഇഷ്ടമല്ല, 5% ആളുകൾക്ക് ഇഷ്ടം. എന്തുണ്ടാ കണ്ടിട്ടാന്ന് എനിക്കറിയില്ല. എന്തായാലും ഇങ്ങനെ ഒരു തെറി ഇങ്ങനെ പൊക്കി പിടിച്ച് കാണിക്കാനും മാത്രമുള്ള ആ ഒരു വകത്തിരിവുണ്ടല്ലോ. പൊളി രണസുന, പൊളി. ക്യാപ്ഷൻ എന്താ മറക്കണേ? സാധാരണക്കാരെ പോലെ രണ്ട് സ്വന്തം കൈ കൊണ്ട് സ്വന്തമായിട്ട് കഴിക്കുന്നത്. അതെന്താ രണസുന? സാധാരണക്കാര് 2 കൈ കൊണ്ടും പണക്കാരൊക്കെ അതിൽ കേറി ഇരുന്നിട്ടാണോ എടുക്കാറ് കറിയൊക്കെ? കറിപ്പാത്രത്തിൽ കണ്ട് കേറി ഇരുന്നിട്ടാണ്ട് കുളിക്കാറാണ്. അല്ലെങ്കിൽ ചോറ് വായലാക്കിയിട്ട് നേരെ കറിപ്പാത്രത്തിൽ വായണ്ട് കയറ്റിയിട്ട് വായൽ കയറ്റിയിട്ടാണോ ചവച്ച് തിന്നാറ്? പിന്നെ എന്ത് സാധാരണക്കാരുടെ പോലെ ഒരു ഡയലോഗ് അടി? നീ സാധാരണക്കാരിയല്ലേ? അപ്പോ കുറച്ച് വർക്കൊക്കെ കിട്ടി, കുറച്ച് പൈസ ഒക്കെ ആയപ്പോ വലിയ ആളായി എന്നുള്ള തോന്നലായിരിക്കും അല്ലേ? മാളികാപുറത്ത് എറിയ മന്നന്റെ ഞാൻ ഓർമ്മിക്കണ്ടല്ലോ. അട്ടയെ പിടിച്ച് മെത്തയെ കിടത്തിയ കിടക്കൂല എന്ന് എപ്പോഴും പറയും ആൾക്കാര്. ഡയലോഗ് അടിക്ക് ഒരു കുറവില്ല. ഇനി ചേച്ചിക്ക് സപ്പോർട്ടുമായിട്ട് ഒരു ചേച്ചി വന്നിട്ടുണ്ട്. ഇത് കാണണം നിങ്ങള്. ഒരു പ്രശ്നമില്ല, അത് കാണിച്ചാലും കാണിച്ചില്ലെങ്കിൽ ഇപ്പൊ അവൾ മാത്രം കാണിക്കുന്നതിന് മാത്രമേ പ്രശ്നമുള്ളൂ. മറ്റുള്ളവരെല്ലാം കാണിക്കുന്നില്ല. ഇപ്പൊ ഇൻസ്റ്റ ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ആരാതില്ലാത്ത ബിക്കിനി വരെ ഇട്ടിട്ട് ഓരോരുത്തരും ഇതാക്കുന്നുണ്ട്. അത് കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടി ഉണ്ടായി അല്ലെങ്കിൽ ഭർത്താവ് ആണോ അവള് രേണുസുതി എന്ന് പറയുന്ന പെൺകുട്ടി ഇങ്ങനെ വേണം സപ്പോർട്ട് ചെയ്യാൻ? അതോ സപ്പോർട്ട് ചെയ്യാൻ കഴിവുള്ള ആളുകൾ തന്നെ സപ്പോർട്ട് ചെയ്യണം? കാണിച്ചാലിപ്പോ എന്താ? ചേച്ചി പറയണതാണ് കേൾക്കേണ്ടത്. അതാണ് സത്യസന്ധമായ കാര്യങ്ങള്. അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും. എന്താണ് കുഴപ്പമുള്ളത്? ഈ ഒരൊറ്റ സപ്പോർട്ട് കാരണം അത്രയും നാള് എപ്പോഴോ ഒരു വട കാണിച്ചു എന്നുള്ളൊരു സാധനം മാത്രമേ ഉണ്ടെന്നുള്ളൂ. പിന്നീട് അങ്ങ് എന്തൊക്കെയോ കാണിച്ചു. മാറുമറക്കൽ സമരത്തെ കുറിച്ചിട്ടൊക്കെ ആളുകൾ ചർച്ച ചെയ്യാൻ തുടങ്ങി കമന്റ് ബോക്സിൽ. ആ രീതിയിലേക്കായി. പിന്നെ അവർക്ക് തന്നെ മനസ്സിലായി എന്താ ഇപ്പൊ റീല് ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ടല്ലോ, അങ്ങ് കാണിക്കാന്നുള്ളത്. കാണിക്കണം എന്ന് ആഗ്രഹിച്ച് കാണിക്കും കേട്ടോ. പക്ഷെ നിങ്ങൾ കാണുമ്പോ അത് കാണിക്കാൻ വേണ്ടി കാണിച്ചതല്ല എന്ന് കൈകൊണ്ട് ഇങ്ങനെ കാണിക്കും. എന്താ ബുദ്ധിയില്ലാത്ത ആൾക്കാരാണല്ലോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നല്ലൊരാള് തന്നെ കറക്റ്റ് വന്നിട്ട് അത് പറഞ്ഞല്ലോ, നല്ലൊരു കാര്യമാണ്. രണസുനയ്ക്ക് നല്ല ഒരു സുഹൃത്തായിട്ട് മാറ്റാൻ കഴിയുന്ന ഒരു വ്യക്തി തന്നെയാണ്. എന്ത് നല്ല സപ്പോർട്ടാണെന്ന് അറിയോ? അത് സപ്പോർട്ട് ചെയ്ത രീതിയും കൂടി നിങ്ങൾ കണ്ടല്ലോ. ഞാനൊന്നും പറയുന്നില്ല കേട്ടോ. എന്താണ് ഈ നാടകത്തിന്റെ പേരെന്താ? അല്ല, സീരിയലിന്റെ പേരെന്താ? സീരിയൽ ഞാൻ ആൽബം എന്താ പേര്? വൃദ്ധസദനത്തിലെ മമ്മിയെ കാണാൻ പോയ മകൻ എന്നുള്ളതാണോ? എനിക്കത് കണ്ടപ്പോ അതാ തോന്നിയത് കേട്ടോ. വൃദ്ധസദനത്തിൽ കിടക്കുന്ന മമ്മിയെ കാണാൻ മകൻ പോകുന്നു. എന്നിട്ട് പണ്ടെങ്ങാനോ ഉപേക്ഷിച്ച മമ്മിയുടെ ആ ഒരു നൃത്തത്തിന്റെ ഓർമ്മകൾ പുൽകുന്ന ചിലങ്ക അണിഞ്ഞു കൊടുക്കുന്നു. അത് തന്നെയാണോ? ഞങ്ങക്ക് കാണുമ്പോ അങ്ങനെ തോന്നുന്നു, അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ.
പൊന്നെ എന്താ അഭിനയം, എന്താ ഒരു ഇത്. ഇത്ര ചെറുപ്രായമായിട്ടാണ് ആ അമ്മച്ചി അഭിനയിക്കുന്ന ആലോചിച്ചൊക്കെ. ആ മുഖം കണ്ടാൽ തന്നെ അറിയില്ലേ, കടം വാങ്ങിയ പൈസ തിരിച്ചു ചോദിക്കാൻ വന്നപ്പോ ദേഷ്യം പിടിച്ചിരിക്കുന്ന ആ ഒരു ഭാവം. കാമുകനാണത്. ഏതൊരു മനുഷ്യനും കണ്ട അത് മമ്മിയും മോനുമായിട്ട് തന്നെ തോന്നുള്ളൂ. ഇതാണിട്ടൊരു കഴിവ്. പണ്ട് കാലങ്ങളിലൊക്കെ നാടകത്തിൽ അമ്മയായി അഭിനയിച്ചിരുന്നത് ഈ ചെറിയ പെൺകുട്ടികളൊക്കെ തന്നെ വേഷം കെട്ടിയിട്ടാണെന്നുള്ളതാണ്. അതേപോലെ തന്നെ ചെറിയ കുട്ടിയായിട്ട് അഭിനയിക്കുന്നത് ചിലപ്പോ പ്രായമായ ആളായിരിക്കാം. അത്രമാത്രം ആർട്ടിസ്റ്റ് ഒന്നും നാടകത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ പ്രായം കുറച്ച് ഒരു മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടൊക്കെയാണ് അഭിനയിച്ചിരുന്നത്. എന്നാൽ ഇന്ന് അങ്ങനെയല്ലല്ലോ. എത്ര ചെറിയ പെൺകുട്ടികൾ അഭിനയിക്കാൻ താല്പര്യപ്പെട്ട് നടക്കുന്നുണ്ട്. അവരൊന്നും വേണ്ട. 18 വയസ്സുള്ള യുവമിഥുനമായിട്ട് 65 വയസ്സുള്ള അമ്മച്ചീനെ കൊടുത്തിട്ട് ജയിക്കുന്നു. കൊള്ളാം, കൊള്ളാമിട, കൊള്ളാം. വൃദ്ധസദനത്തിലെ വാഴത്തോപ്പ്, അതാണ് ആൽബത്തിന്റെ പേര്. ബോഡി ഷേമിങ് വരട്ടെ. അതുകൊണ്ടല്ലേ റൂമ പോലെയുള്ള വലിയൊരു കോസ്മെറ്റോളജി ഹോസ്പിറ്റൽ അവര് എന്താ പറയാ, അവര് എനിക്ക് എന്നെ വന്ന് അതാ ഞാൻ ചോദിച്ചത്, ആദ്യം തന്നെ ചോദിച്ചത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഈ ബോഡി ഷേമിങ് കാരണം തന്നെയാണ് അവരെന്നെ ഒരു പരിധി വരെ അല്ല ഇപ്പൊ അത്യാവശ്യം നല്ലതായിട്ട് തന്നെ ഇരിക്കുന്നത്. പിന്നെ എന്റെ പൊന്നു രണസുന, ആ ചിരിയെ കുറിച്ചിട്ട് ജനങ്ങൾക്ക് മുഴുവൻ അറിയുന്നതല്ലേ. എന്തിനാണ് ആ ചിരി ഇങ്ങനെ ഇടക്കിടക്ക് വിളിച്ചു പറയുന്നേ? രണസുനയുടെ ചിരി നേരാക്കി കൊടുത്തേ ഏതോ ഒരു ക്ലോസറ്റ് അനസ്റ്റേഷൻ അങ്ങനത്തെ ഒരു സാധനം ഞാൻ കേട്ട്. ഞങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായില്ല. ഞാൻ കേട്ടതിന്റെ കുഴപ്പമായിരിക്കാം, എന്തോ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ ചിരി നേരാക്കി കൊടുത്ത ആളുകളെ സമ്മതിക്കണം. ഇങ്ങനൊക്കെ ചിരിക്കാൻ ഏത് നടിക്കാണ് കഴിയുക? ഈ ചിരി കാണ്ട് എന്താ ചിരി? ആ ചിരിക്ക് കൊടുക്കണോ കായി? ഏതോ ഒരു ക്ലോസറ്റ് അപ്പസെറ്റ അങ്ങനെ സ്ഥലത്ത് പോയിട്ട് അത് നേരാക്കി എന്നാ പറയുന്നേ. അവിടെ നേരാക്കിയതിന്റെ ശേഷമുള്ള ചിരിയാണ്. ഈ ചിരിയെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കളിയാക്കുന്നേ? എന്ത് മനോഹരമായ ചിരിയാണ്. ഈ അമ്മച്ചിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് അഭിനയിച്ച് ഊളത്തരം കാണിച്ച് പ്രഹസനം കാണിച്ച് നടക്കണം എന്നുള്ളതാ. അത് അമ്മച്ചി കാണിച്ച് നടക്കുന്നു. അതിന് നിങ്ങൾക്ക് എന്ത് കുഴപ്പം? ഇതിപ്പോ കേരളത്തിലെ ആദ്യത്തെ വിധവ ഒന്നുമല്ലല്ലോ. അവിടെ ജീവിക്കാൻ വേണ്ടിയിട്ടില്ലടാ. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കളിയാക്കുന്നേ? എന്ത് കഴിവുള്ള ഒരാളാണെന്നറിയോ? കളിയാക്കി ഇപ്പൊ മോഹൻലാലിന്റെ കൂടെ അഭിനയിക്കാൻ പോകും. നിങ്ങൾ അങ്ങനെ കണ്ടിരുന്നോളൊക്കെ. അന്നും നമ്മൾ നല്ല അന്ന് സൂചിച്ചേട്ടൻ മരിച്ച സമയത്തെ പ്രാരാബ്ദവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മള് ഒരുമാതിരി ഇനിയിപ്പോ പല്ലിന്റെ നൊവോക്കെയർ പല്ല് ട്രീറ്റ്മെന്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ 3-ാം തീയതി പോണം. സുധിച്ചേട്ടൻ മരിച്ചത് കൊണ്ടാണ് കേട്ടോ പ്രാരാബ്ദമായത്. അല്ലാത്ത സമയത്ത് ഭയങ്കര റിച്ച് ആയിരുന്നു. സുധിച്ചേട്ടൻ മരിച്ചപ്പോൾ പ്രാരാബ്ദമായത് കൊണ്ട് പിന്നെ ചിരിയൊന്നും നേരാക്കാൻ പറ്റിയില്ല. മരിച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ചിരി തുടങ്ങിയത്. പിന്നെ ആ ചിരിക്ക് ആരാധകന്മാരുടെ എണ്ണം അങ്ങ് കൂടി. ഇപ്പൊ അതേ ആരാധകന്മാര് തന്നെ മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചെറിയാൻ തുടങ്ങി. പണ്ടിറങ്ങി ചിരി കണ്ട് മടുത്ത് ഭ്രാന്ത് ഇടിക്കണെന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും സുധിച്ചേട്ടൻ മരിച്ചില്ലായിരുന്നെങ്കിൽ ഇവരെവിടെയായിരിക്കും നമ്മൾ കാണുക? എവിടെയും കാണാനുള്ള സാധ്യത ഒന്നും ഇല്ലല്ലേ. കാരണം സുധിച്ചേട്ടൻ വലിയൊരു നടനാണല്ലോ. ആ രീതിയിലേക്കൊക്കെ ആളുകൾ പറയുന്നുണ്ട് എന്നുള്ളതാണ്. സുധിച്ചേട്ടൻ മരിച്ചപ്പോ ആളുകൾക്ക് തോന്നിയൊരു സിമ്പതിക്ക് പുറത്ത് ഇവര് വന്നപ്പോ ഇവര് കുറച്ച് ഇന്റർവ്യൂ കാര്യങ്ങളും കിട്ടി. അതിലൂടെ ഒന്ന് പൊന്തി വന്നു. പിന്നെ റീൽസ് കിട്ടിയപ്പോ വെറുപ്പ് സമ്പാദിച്ച് തെറി തന്നെയാണ് ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന കാര്യം. അതായത് നെഗറ്റീവ്. അത് നല്ല രീതിയിൽ ചാച്ചിക്ക് അങ്ങ് ഉപകാരപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പൊ തെറിയൊക്കെ കേട്ടിട്ട് പൈസ ഉണ്ടാക്കി ജീവിക്കുന്നു. എന്ത് പറയാനാ? ട്രീറ്റ്മെന്റ് എല്ലാം ചെയ്ത് ഓക്കെ ആകും, സെറ്റ് ആകും. കുറച്ച് ദിവസം എനിക്ക് അവധി എടുക്കണം. ഒരു 7-8 ദിവസമെങ്കിലും റെസ്റ്റ് വേണം. ഇംപ്ലാന്റേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട്. ഓ, സമാധാനമായി. സോഷ്യൽ മീഡിയ ഒരു 5-8 ദിവസം തുറക്കാൻ നമുക്കിനി ഒരു പേടിയും പേടിക്കണ്ട. ആ ഡേറ്റും കൂടി ഒന്ന് പറയണം കേട്ടാ. ആ 5-8 ദിവസം നല്ല രീതിയിൽ ആളുകൾക്ക് അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ആ പ്രഹസനം അവസാനിക്കുന്നു. 8 ദിവസങ്ങളിൽ ഇനി ഉണ്ടാവൂല. ആഘോഷിക്കൂ മക്കളെ, ആഘോഷിക്കൂ. രണസനയുടെ പ്രഹസനങ്ങള്, കോമാളിത്തരങ്ങള്, വിഡ്ഢിത്തരങ്ങള് ഒരു 8 ദിവസത്തിന് ബ്രേക്ക് കൊടുക്കാൻ പോവാ. ആഹ്ലാദിപ്പിക്കണോ? ആഹ്ലാദിപ്പിൻ അല്ല പിന്നെ. അതുപോലെ തന്നെ രേണുസുതി ഒരു മുസ്ലിം യുവാവുമായിട്ട് പ്രണയത്തിലാണെന്ന് പറഞ്ഞ റൂമേഴ്സ് വരുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് എന്താണ്? ഗോസിപ്പല്ലേ, നമുക്ക് നോക്കാം. അത് ഉണ്ടോ ഇല്ല നമുക്ക്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 2 വർഷം അങ്ങോട്ട് സമയം തന്നിട്ടില്ലേ, നമുക്കപ്പം നോക്കാം. 2 വർഷം ഇല്ല, ഇനി 1.5 വർഷം കൂടെ ഉള്ളെന്ന് തോന്നുന്നു. മിക്കവാറും മേ ബി ഒരു 85-90% കാണാൻ പറ്റും. എന്റെ പൊന്നെ, തൊള്ള തുറന്നാ നോണയെ പറയുള്ളൂ. വൈറലാവാൻ വേണ്ടിട്ട് പട്ടാളക്കാരനെ കല്യാണം കഴിക്കാൻ പോകാന്നായിരുന്നു മറ്റേത്. അത് കഴിഞ്ഞ് ഇതിപ്പോ മുസ്ലിം പയ്യനെ തട്ടിട്ട് കാണാൻ പറ്റും. എന്തായാലും കാണാൻ പറ്റും. 97% ഉറപ്പാന്നാ പറയുന്നത്. ബാക്കി 5% എന്താ ഉറപ്പില്ലാത്ത അറിയോ? അതാണ് തങ്കപ്പൻ ചേട്ടാ, അവര് ഉറപ്പില്ലട്ടാ. എന്തായാലും കൊള്ളാം.
മുസ്ലിം പയ്യനെ കെട്ടാൻ പോകുന്നു, പട്ടാളക്കാരനെ കെട്ടാൻ പോകുന്നു, സുധിച്ചേട്ടന്റെ പേര് ഞാൻ മാറ്റാൻ പോകുന്നില്ല, വേറൊരു കല്യാണം ഞാൻ കഴിക്കില്ല, ജീവിതകാലം മുഴുവൻ എനിക്ക് സുധിച്ചേട്ടൻ മാത്രമേ ഉള്ളൂ, അതെന്താ എനിക്ക് വേറെ കെട്ടിയാല്, എന്നെ പോലെ തന്നെ നിങ്ങൾക്കും പ്രണയമില്ലേ, എനിക്കും പ്രണയമുണ്ട്, ഇങ്ങനെ ഊളത്തരം മാറ്റി 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 പറയാൻ എന്റെ പൊന്നെ എങ്ങനെയാടാ കഴിയുന്നേ? അയ്യയ്യയ്യയ്യേ, അല്ലെങ്കിൽ ആരാടാ ഇതിനൊക്കെ കെട്ടാൻ ക്യൂ നിൽക്കുന്നത്? അതാ ഞാൻ ആലോചിക്കുന്നേ. വെറുതെ അങ്ങ് പറയാ ഓരോന്നുള്ളതാണ്. ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ. കഴിഞ്ഞ വർഷം അലിൻ ജോസ് പെരേര സുധിയേട്ടന്റെ, നമ്മളെ എല്ലാം സുധിച്ചേട്ടന് വേണ്ടി അദ്ദേഹത്തിന്റെ ആണ്ടിന്റെ അന്ന് വന്ന് ഡാൻസ് കളിച്ചില്ലേ? ആ വിഷയം സുധിമോള് പറഞ്ഞത് ഓർമ്മയില്ലേ? സ്വന്തം ഭർത്താവിന്റെ ആണ്ടിന്റെ അന്നെങ്കിലും ഈ പ്രഹസനം ഒന്ന് നിർത്തിക്കൂടായിരുന്നില്ലേ രണസുന എന്ന് പറഞ്ഞിരുന്നു. എന്നാല് അലിൻ ജോസ് പെരേര രംഗത്ത് വന്നിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയണം, ഒന്ന് കേട്ടോ. ഈ വകതിരിവ് ഒരു രണസുനക്കില്ല. രേണു ചേച്ചി പറയണ്ടായിരുന്നു, വീഡിയോ കണ്ടില്ല. അപ്പൊ രേണു ചേച്ചിക്കെങ്കിലും പറയാറുണ്ട്, എന്റെ ഭർത്താവിന്റെ 2ാം വാർഷികമാണ്, നീ ഇത് ഇവിടെ ചെയ്യരുത് എന്ന് രേണു ചേച്ചിക്ക് പറയാറുണ്ട്. പക്ഷെ പുള്ളിക്കാരത്തിയും പറഞ്ഞില്ല. അപ്പൊ ഇവരെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ശരിയാ, ആരും പറഞ്ഞില്ല. നമ്മൾ ചെയ്തത് തെറ്റാണ്, തെറ്റിപ്പോയി. ആൾക്കാർ പറഞ്ഞു കൊടുക്കാൻ ആരും ഉണ്ടാവില്ല. അതാണ് ഒന്നാമത്തെ പ്രശ്നം. ശരിയാ, ഇപ്പൊ പറഞ്ഞ പോലെ പറഞ്ഞു തരാനായിട്ട് രേണു ചേച്ചിയോ മറ്റുള്ള ആൾക്കാരൊന്നും ഉണ്ടാവില്ല. എങ്ങനെ ഇരിക്കുന്നു രേണുസുതി? കുറച്ചെങ്കിലും ബോധം വേണം. ഈ അലിൻ ജോസ് പെരേരയുടെയെങ്കിലും ബോധം ഉണ്ടെങ്കിലും ഓക്കെ. സ്വന്തം ഭർത്താവ് മരിച്ചിട്ട് ഒരാണ്ടാവുമ്പോ ആ ഒരു ആണ്ട് ദിനങ്ങളിൽ എല്ലാ മീഡിയാസിനെയും വിളിച്ചു വരുത്തിയിട്ട്, ഈ സോഷ്യൽ വാണങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെയുള്ള വാണത്തരം കാണിക്കുന്ന ആളുകളും കൊണ്ടുവന്ന് അവന്റെ ഡാൻസും കൂത്തും അതിനൊക്കെ പിന്നിൽ നിന്ന് കൈയടിച്ചിട്ട് അവസാനം ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറി എന്നുള്ളതാണ്. ഇതൊക്കെ ഊളത്തരാണെന്ന് മനസ്സിലാക്കിക്കൂടാ. അതേപോലെ തന്നെ ചെങ്ങാതി എന്നാ മരിച്ചെന്ന് പോലും ഈ പെണ്ണിനെ അറിയില്ല എന്നുള്ളതാണ്. എല്ലാ സുധിച്ചേട്ടന് വേണ്ടി, സുധിച്ചേട്ടന്റെ പേര് ഞാൻ മാറ്റൂല, അത് ഇതെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്ക് സ്വന്തം ഭർത്താവിന്റെ മരണ ദിവസം പോലും ഓർമ്മയില്ല. ഇനി അടുത്ത ആണ്ട് എങ്ങനെ അറിയാ? ഓ, സോഷ്യൽ വാണങ്ങള് പറയല്ലോ, ചേച്ചി ഇന്നല്ലേ സുധിച്ചേട്ടന്റെ ആണ്ട്, ഞങ്ങൾ വരട്ടെ. അപ്പൊ രണസുന കലണ്ടർ നോക്കിയിട്ട് ഇന്നാണോ? ഇന്നല്ലടാ മോനെ, ഇന്ന് തന്നെയാണ് ചേച്ചി, ഗൂഗിൾ ഒന്ന് അടിച്ചു നോക്ക്. അപ്പൊ ചേച്ചി ഗൂഗിൾ ചെയ്യും. ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇന്നാണല്ലോ. മോനെ ഇന്നാണല്ലോ. ഈ പ്രഹസനം ഇത് നമ്മൾ കാണേണ്ടി വരുന്നുള്ളതാണ്. എന്റെ പൊന്നു രണസുന, ബോധം പറഞ്ഞ സാധനം വേണം കേട്ടോ. ഓരോ ദിവസവും വാക്കുകൾ മാറ്റി മാറ്റി പറയല്ലേ. ഇവരുടെ പഴയ ഇന്റർവ്യൂ മുതൽ ഈ ഇന്റർവ്യൂ വരെ എടുത്തു നോക്കിയാൽ തന്നെ കാര്യം വ്യക്തമായി മനസ്സിലാവും എന്നുള്ളതാണ്. എത്രമാത്രം നുണ പറഞ്ഞിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത്. ഇപ്പൊ അവരെ ഒരാൾ തെറി വിളിച്ചു, ആ തെറി ആരും കണ്ടിട്ടുണ്ടാവില്ല. ആ തെറി അങ്ങ് പൊക്കിയെടുത്ത് ഫ്രണ്ടിൽ വെച്ചിട്ട് ഡയലോഗ് അടിക്കുക. നിങ്ങൾ തന്നെ പറഞ്ഞ കമന്റ് ബോക്സിൽ എന്ത് പറഞ്ഞാലും എനിക്ക് ഒന്നുമില്ല എന്നുള്ളത്. അതേ ആള് തന്നെ ആ തെറി അങ്ങ് പൊക്കി പിടിച്ച് കാണിക്കുമ്പോ ഉളുപ്പില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഉളുപ്പ് കുറച്ചെങ്കിലും വേണം. ഇപ്പൊ ദാ സിനിമാ നടിമാരൊക്കെ വന്ന് പറയുന്നു ഇവര് കാണിക്കുന്ന പ്രഹസനങ്ങളെ കുറിച്ചിട്ട്. ഒരു ഡബിൾ മീനിങ് ഒരാൾ സംസാരിക്കുമ്പോ അതിന് മുന്നിരുന്ന് ചിരിച്ചു കൊടുക്കുക. എന്റെ ചെറിയ വടയാ, വലിയ വടയല്ല, നല്ലതല്ലേ? ഇതൊക്കെ പറഞ്ഞിട്ട് നാണക്കേട് ഉണ്ടാക്കല്ലേ കേട്ടോ. ഞാൻ വിധവകളെ റെപ്രസെന്റേറ്റ് ചെയ്യുന്ന ആളാണ്, തേങ്ങയാണ് മാങ്ങയാണ്. എത്ര വിധവകളുണ്ട്. അവരൊക്കെ കമന്റ് ബോക്സിലടക്കം കമന്റ് ഇടുന്നത് കാണുന്നില്ലേ? ഉളുപ്പ് വേണം. പിന്നെ മാന്യത എന്നൊരു സാധനം ഉണ്ടല്ലോ, അത് വിട്ടുകൊണ്ട് ജീവിക്കുക എന്ന് പറയണത് എന്ത് വലിയ പ്രഹസനാന്ന് ആലോചിച്ച് നോക്കിയേ. മാന്യത അത് മനുഷ്യന്മാരുടെ ഉള്ളിൽ ഉണ്ടാവേണ്ട സാധനമാണെന്നുള്ളതാണ്. ഈ വീഡിയോസ് നിരന്തരം കാണുന്നുണ്ടോ സോഷ്യൽ മീഡിയയില്? ഇവര് ഒരു തവണ പറഞ്ഞതല്ല പിന്നെ പറയുന്നത്, അത് മാറ്റി പറയും. ഇവര് തന്നെ പെർമിഷൻ കൊടുക്കുന്നത് പോലെയാണ്. നിങ്ങൾ ചെയ്തോളൂ, അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത ദിവസം വന്നിട്ട് നിങ്ങൾ എന്തിനാ ചെയ്തേ? അത് നിങ്ങളുടെ കാഴ്ചപ്പാടിന്റെ കുഴപ്പങ്ങളാണ്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ പിന്നീട് നിങ്ങൾ തന്നെ മാറ്റി പറയുന്ന ഒരു അവസ്ഥ എന്തായാലും കൊള്ളാം കേട്ടോ. അലിൻ ജോസ് പെരേര പറഞ്ഞു കേട്ടില്ലേ, ഇതൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിർത്തില്ലായിരുന്നു എന്നുള്ളത്. എന്ത് ചെയ്യാനാ, ബോധം വേണ്ടേ? മുന്നിലെ ക്യാമറ അങ്ങനെ പിടിച്ചു വെക്കുമ്പോ തന്നെ അങ്ങ് കിടന്നിട്ട് തുള്ളലാ. ഭയങ്കരമാണ്. ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു സിനിമ ഉണ്ട്, മദ്രാശി പട്ടണം എന്ന് പറഞ്ഞ സിനിമ, മദ്രാസ് പട്ടണം എന്ന് പറഞ്ഞ പടം. ആ സിനിമയിൽ കൊച്ചിൻ അനീഫ് ഉണ്ട്. ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാൽ ഒരു ദിവസം നിൽക്കില്ലേ? അതേപോലെയാണ് ഇവിടെ ക്യാമറ, മൊബൈൽ ഫോൺ ഉണ്ട് കണ്ട പിന്നെ അങ്ങാണ്ട് കാണിച്ചു കൂട്ടില്ല. എന്റെ പൊന്നോ, എന്തൊരു വെറുപ്പിക്കലാണടേ. എന്തായാലും എല്ലാവർക്കും നല്ല പ്രീതിയാണ് കേട്ടോ ഈ രണസുനയെ കുറിച്ചിട്ട്. ഒരുപാട് ആളുകളില്ല, ഒരാള് ഇതേപോലെ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര സ്നേഹമായിരുന്നു എനിക്ക് അവരോട് കേട്ടോ. അവരുടെ ഭർത്താവ് ഞങ്ങളൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്ത ആളുകളാണ്. അയാളൊക്കെ എന്നെ ഭയങ്കര സ്നേഹത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. അയാളെ എനിക്ക് ഭയങ്കര സ്നേഹമാണ്. ഒരു ആങ്ങള പെങ്ങള് ഒരു ലെവലായിരുന്നു ഞങ്ങള്. പക്ഷെ ഇവരെ കണ്ണെടുത്ത കണ്ടുവിടാ. ഇവരുടെ വെറുപ്പിക്കല് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം മരിച്ചപ്പോ അദ്ദേഹത്തിനെ ഇങ്ങനെ അവഹേളിച്ച മറ്റൊരു വ്യക്തി ഉണ്ടാവില്ല. രണസുനയെ കുറിച്ച് പറയാ, സ്വന്തം സുധിച്ചേട്ടന്റെ കൂടെ അഭിനയിച്ച ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. പേഴ്സണലായിട്ട് പല ആളുകളും മെസ്സേജ് അയക്കുന്നുണ്ട്. എല്ലാം ഇവിടെ കൊടുത്ത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാ. ഒരുപാട് ആളുകൾക്ക് വെറുപ്പ് തന്നെയാണ് ഈ സ്ത്രീയോട് കേട്ടോ. 3 മാസം, ഏറിയ 3 മാസം, അതിനുള്ളിൽ പ്രഹസനം അവസാനിക്കും. അല്ലെങ്കിൽ എല്ലാരും കൂടെ ഒന്ന് അവസാനിപ്പിച്ചാൽ മതി. ഇതിനെ ഒന്ന് കമന്റ് ഇടാൻ പോലടോ.
കമന്റ് ഇടാൻ പോകുന്നത് കൊണ്ട് എന്താ കുഴപ്പമറിയോ? ഈ വീഡിയോസ് പൊന്തി വരികയാണ്, മുന്നിലോട്ട് വരികയാണ്, ഒരു കണ്ടന്റും തിരയാൻ കഴിയുന്നില്ല. അപ്പൊ വരൂ രണസുന. ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും തിരയാൻ കഴിയുന്നില്ലടോ. എന്ത് തിരയാണെന്നുണ്ടെങ്കിലും ഇതിങ്ങനെ കയറി വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത് നിങ്ങളെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടാണെന്നുള്ളതാണ്, നിങ്ങൾ കമന്റ് ഇടുന്നതുകൊണ്ടാണെന്നുള്ളതാണ്. പിന്നെ ഇത് എടുത്ത് പൊക്കി കാണിക്കാന്നല്ലാതെ നമ്മൾ എന്ത് ചെയ്യാനാണ്? ഈ വെറുപ്പിക്കൽ അങ്ങനെ അവസാനിക്കട്ടെ വെച്ചിട്ടാണ്. പക്ഷെ എനിക്ക് പ്രതീക്ഷ ഒന്നും ഇല്ല കേട്ടാ. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയും. അവർ ആ വൃത്തികെട്ട കമന്റിനെ പൊക്കി പിടിച്ച് കൊണ്ടുവന്നത് എന്തിനായിരിക്കും? അതിനെന്നെ അലിൻ ജോസ് പെരേരയുടെ ബോധം പോലും ഈ സ്ത്രീക്ക് ഇല്ലാന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? വേറൊന്നും ഞാൻ പറയണില്ല. അപ്പൊ വീണ്ടും വരെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അതുവരെ സന്ദീപ് എടപ്പാൾ, സുലാൻ.